ഡ്രൈവിംഗ് കിലോമീറ്റർ എവിടെ ചെക്ക് ചെയ്യാൻ അവർക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഹിസ്റ്ററി വാങ്ങിച്ച് എടുത്തു കൊടുക്കാം. LTR LTZ അങ്ങനെ എന്തോ ഒരു ഫുൾ ലോഡ് വണ്ടിയാണ് വരുന്നത്. സൺറൂഫ് വർക്ക് 2.0 ഒക്കെ സീസൺ ഉണ്ടാവുകൊണ്ട് 2 സംതിങ് ഉണ്ടാവുകൊണ്ട് നമുക്ക് ഒരു 10-12 കിട്ടും. ഇതിൽ നമുക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫ്യൂച്ചറും സൺറൂഫ് കാരണം അതിലൊരു ലാഗിങ്ങോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഫസ്റ്റ് ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നും പറയാല്ല. അവർക്ക് ചെക്ക് ചെയ്ത് നിലവിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൈബ്രേറ്റിംഗ് കൂടി എഞ്ചിന് വരുന്നത്. കാരണം 10 മുതൽ വണ്ടിക്ക് വൈബ്രേറ്റിംഗ് വരുന്നുണ്ട്. ഇത് 13 മാറിയപ്പോൾ വൈബ്രേറ്റിംഗ് കൂടി ഇല്ലാതെ വരുന്ന ക്വാളിറ്റി വണ്ടി. നമ്മളൊരു 3.5 ചോദിക്കുന്നുണ്ട്. 3.5 ചോദ്യം മാത്രമാണ്. അപ്പൊ അവർക്കറിയാം ഈ സമ്പത്ത് അത്ര മറ്റേ മാർക്കറ്റ് എത്ര വാല്യൂ ഇല്ലാതൊക്കെ 12-13 വണ്ടിക്കൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. നോക്കിക്കോട്ടെ. അവർക്ക് ഇത് ഇൻട്രസ്റ്റ് ആക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഇങ്ങനത്തെ സഡാ വണ്ടിയിലൊക്കെ പല വണ്ടികളായിട്ട് ചോയ്സുള്ള ആൾക്കാരുണ്ടാവും. ചെറുപ്പത്തിൽ കണ്ടതല്ലെങ്കിൽ അവർ എടുക്കാൻ വിചാരിച്ച വണ്ടിയാണ്. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും ആകർഷിക്കുന്ന ചെറിയ മുടക്കിൽ ഒരുപാട് ഹൈ ക്വാളിറ്റി വെറൈറ്റി വണ്ടികൾ കിട്ടുന്ന പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ യാർഡായ ദോസ് യൂസർ കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് താഹിറാണ്. താഹിർ, എന്തൊക്കെയുണ്ട്? കച്ചവടം എന്തുപാട്? പിന്നെ ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന സ്വിഫ്റ്റ് കാർ 7 പീസ് ഉണ്ട്. അതുപോലെ തന്നെ വാഗനർ 3 പീസ് ഉണ്ട്. ആൾട്ടോ 800 4 പീസ് ഉണ്ട്. റിഡ്സ് കാർ 4 പീസ് ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും ഇവിടെ? 30ഓളം വണ്ടികൾ 30 മേലെ വണ്ടികളുണ്ടല്ലേ? 40 അടുത്ത് വണ്ടികളുണ്ടാവും. ഓക്കെ. എന്റെ ചാനൽ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആരെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും കൊടുക്കും? 100% നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ആരെങ്കിലും ഇവിടെ വന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഡിസ്കൗണ്ട് അല്ല, ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്, അതായത് ഇവർ എന്തായാലും ഒരു ഡിസ്കൗണ്ടിന്റെ പുറത്ത് ഈ വീഡിയോ കണ്ടുവരുന്ന നമുക്ക് അതിലൊരു ഡിസ്കൗണ്ട് ഇവർ ചെയ്തു തരും കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇടയിൽ 1-2 വണ്ടി കണ്ടിട്ട് അത് വില കൂടുതലാണെന്ന് നമ്മളിപ്പോ സിനിമക്ക് പോയിട്ട് ഇന്റർവെല്ലിന് മുമ്പ് സിനിമ ഒരു രസമില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകില്ലേ, അതുപോലെയുള്ള സംഭവം ഒന്നല്ല കേട്ടോ. അത് എന്ന് വെച്ചാല് ഇവിടെ പിന്നെ എല്ലാ വണ്ടികളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കറക്റ്റ് റേറ്റിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, അതായത് ഒന്നാമത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ വണ്ടിക്ക് വില കൂടുതലും കുറയുന്നത് അല്ലെ. ക്വാളിറ്റി അതുപോലെ ഓണർഷിപ്പ് കിലോമീറ്റർ അതെ, നല്ല ക്വാളിറ്റി വണ്ടി വെച്ചാല് പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, തട്ടുമുട്ടി പേർക്കൊന്നും ഇല്ലാത്ത, ഒരു റീപ്ലേസ് കാര്യങ്ങളും ഇല്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ലേ, ഈ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വണ്ടികൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നല്ല എവിടെ പോയാലും ഒരേ റേറ്റ് ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു റേറ്റ് പറഞ്ഞ് ആ ഒരു അതിനേക്കാൾ 10, 50, 60,000 രൂപ അവിടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതെന്താ വെച്ചാൽ ചെണ്ട വണ്ടിയാണ്. ഒരിക്കലും ഒരേ ക്വാളിറ്റി ഉള്ള 2 വണ്ടിക്കും അവിടെ ഇവിടെയും വ്യത്യാസം ഉണ്ടാവില്ല, ഒരേ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 5 രൂപ വ്യത്യാസം ഉണ്ടാവും അല്ലെ. എല്ലാവർക്കും ഓരോ വണ്ടിയുടെ ഒരു മാർക്കറ്റ് പ്രൈസ് കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പൊ അതിന് കുറച്ച് കൂടുതലാണെന്ന് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കി എടുക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഈ ബിസിനസ് ഇവിടെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം ഒരു റേറ്റ് എല്ലാവരും കാൽക്കുലേറ്റ് മനസ്സിലാവും. വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ 5, 10, 15 കൂടി വരും. കമ്പനി സർവീസ് പറഞ്ഞ ഓണർഷിപ്പ്. പക്ഷെ ഒരുപാട് എമൗണ്ട് കുറവായി തോന്നുന്ന സ്ഥലത്ത് വണ്ടി പ്രോപ്പറായി ചെക്ക് ചെയ്തെടുക്കും. നമ്മളറിയാലും അവരായാലും എവിടെ നിന്ന് വണ്ടി എടുക്കാൻ പ്രോപ്പറായിട്ട് വർഷാപ്പിലോ അല്ലെങ്കിൽ അറിയുന്ന വർഷാപ്പിനെ കൊണ്ട് ഷോറൂമിൽ ചെക്ക് ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്രയും എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അപാകത. പിന്നെ സപ്പോസ് വരുന്നുണ്ട് അവർക്ക് കിട്ടുന്ന പ്രൈസിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ വണ്ടി ഓരോ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടുന്ന വണ്ടി ഈ റേറ്റിലാവില്ല, വേറെ യാർഡിൽ കിട്ടാം. അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. വണ്ടി എപ്പോഴും എടുക്കുമ്പോൾ ഇവിടുന്നായാലും ചെക്ക് ചെയ്ത് ക്വാളിറ്റി. കാരണം സെക്കൻഡ് ഹാൻഡ് യൂസർ ഞാൻ എടുത്തത് വേറെ ആളെ കയ്യിൽ നിന്ന്, അപ്പൊ ഇവർ കൊടുക്കുന്നത് വേറെ ആൾക്കാണ്. അപ്പൊ അവർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ യാർഡിലിടുന്നു. കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് കാര്യമില്ല. അപ്പൊ അവർ വണ്ടി വരുമ്പോൾ വർഷാപ്പേരെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 4-5 വർഷാപ്പേരുടെ ഷോറൂമുണ്ട്. നമുക്ക് 100 മീറ്റർ 1 കിലോമീറ്ററിനുള്ളിൽ വരുന്നത്. പ്രോപ്പർലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഇവിടുന്ന് പോകും ചെയ്യാം. നമുക്ക് തന്നെ ആ കസ്റ്റമറോട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ നമുക്ക് അറ്റൻഡ് ചെയ്യും. ആ ഉത്തരവാദിത്തം അവരൊന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പോലെ സപ്പോർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ റേറ്റിന്റെ കാര്യം നെഗോഷ്യബിൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചെയ്തു കൊടുക്കാം. അതായത് വണ്ടികൾ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു തരും. അത് കളവ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഫുൾ ഓൺ പർപ്പസിൽ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ തട്ടിട്ട് ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടാവും. അപ്പൊ ഫുൾ ഓൺ പർപ്പസ് ആ കസ്റ്റമറോട് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് തട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഫുൾ ലോൺ പർപ്പസ് ചെയ്ത് കൊടുക്കുന്നത് പറയുന്നത്. അവർക്ക് ആദ്യമായി മാത്രമേ നമ്മൾ ചെയ്യുന്നത്. അല്ല ചെയ്തതിനു ശേഷം അവിടെ തട്ടുന്നത് നമ്മൾ വരെ കളവ് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം യാടല്ല അവർ വിശ്വാസമാണ്, കസ്റ്റമറാണ് നമുക്കല്ല. അപ്പൊ അത് നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്തു. ഓക്കെ. അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുത്താലോ? ഇത് നമുക്ക് നോക്കാം. സ്വിഫ്റ്റ് നോക്കാം. ഇത് എത്ര മോഡൽ? ഇത് 2016 മോഡൽ LD ആണ് വരുന്നത്. LD ആണ് ഓപ്ഷൻ. LD ഓപ്ഷനിൽ വരുന്നത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി, അതായത് ബേസ് മോഡലിന്റെ മേലെ വരുന്നതാണ്. AC പവർ സ്റ്റാറിംഗ്, സെൻട്രൽ ലോക്ക്, ഫ്രണ്ടിൽ 2 വിൻഡോ വരും. ഇത് നമ്മൾ ചോദിക്കുന്നത് 4 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഫുൾ ലോൺ ചെയ്യാം. ഞാൻ പറഞ്ഞ ഫുൾ ലോൺ ആണ്. 2019 ഇവിടെ നമ്പറായ വണ്ടിയാണ്. 16 വണ്ടി 19 ഇവിടെ നമ്പറായത്. സെക്കൻഡ് ഓണർഷിപ്പ് 1.20 ജെനുവിൻ ഓട്ടാണ്. റീപ്ലേസ് കാര്യങ്ങൾ ബോണറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 ചോദിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ചെയ്തു കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാം. പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അത്രയും ഒരു ചെക്ക് ചെയ്ത ക്വാളിറ്റി, എഞ്ചിൻ ഭാഗം ക്വാളിറ്റി ഒക്കെയാണ്. ഞാൻ ഒരു ബോഡി കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അൽഹംദുലില്ലാഹ്
എത്ര മോഡൽ പറഞ്ഞാൽ 2016 മോഡൽ 16 മോഡൽ ഓപ്ഷൻ വരുന്ന LD ആണ്. ₹1 പോലും വേണ്ട കേട്ടോ. നിങ്ങളെ സിവിൽ സ്കോർ അതായത് നിങ്ങളെ പ്രൊഫൈൽ സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ₹1 ഇല്ലാതെ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടോ. ഇത് റീപ്ലേസ് വേറെ എവിടെ ഭാഗത്തെ കാര്യങ്ങളൊന്നുമില്ല. റെഡ് കളർ വണ്ടിയാണ്. അപ്പൊ അവര് ഈ വീഡിയോ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടുണ്ടാവില്ല. കുറ്റിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ റെഡ് കളർ വീഡിയോയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. കസ്റ്റമറിന് ഫോട്ടോ കാര്യങ്ങൾ വിട്ടു കൊടുക്കാം. അല്ലെങ്കിൽ അവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉത്തരവാദിത്തോട് എടുക്കാം. കാരണം വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആകാം റെഡ് കളർ. അപ്പൊ അവർക്ക് വണ്ടി ക്വാളിറ്റി റെഡ് കളർ ഓക്കെയാണ്. കണ്ട് ഉത്തരവാദിത്തോട് എടുക്കുന്നതായിരിക്കും. അല്ല ഇത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കസ്റ്റമർ ഉത്തരവാദിത്തത്തിന് കൂടി പറയാം. ഇപ്പൊ ഞാനിപ്പോ നേരിട്ട് കാണുന്നുണ്ടല്ലോ, അങ്ങനെ വലിയ ഇതൊന്നുമില്ല. വണ്ടി കാണാൻ ലുക്കെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2019 അല്ലേ? മാനുവൽ വണ്ടി, പെട്രോൾ മാനുവൽ VXI മിഡ് ഓപ്ഷൻ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആകെ ഓടിക്കുന്ന 24,000 കിലോ. 24 ഓടിയിട്ടുള്ളൂ. അത് കമ്പനി സർവീസ്. അതിന്റെ ടയർ നോക്കി ഷോറൂമിൽ നിന്ന് ഇറങ്ങണം അതേ കമ്പനി ടയർ അല്ല, വേറെ ഒന്നും മാറിയിട്ടില്ല. അപാകത എന്ന് പറയാന് ഈ ഫ്ലണ്ടറിന്റെ ഭാഗത്ത് കുറ്റി പേസ്റ്റ് ഇവിടെ കിടക്കുന്നത്. ഈ ഫ്ലണ്ടറിന്റെ അടിഭാഗത്ത് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അതായത് മേജർ വർക്ക് അല്ല, ചെറിയ വണ്ടി തട്ടിയപ്പോൾ ഇവിടെ പാച്ച് വർക്കും കാര്യങ്ങളും ഫ്ലണ്ടർ എടുത്തിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പെയിന്റും കാര്യങ്ങളും ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ₹6 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. 5.5 കൺഫേം ലോഡ് കയറ്റി കൊടുക്കാം. ബാക്കി എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. അതിനുള്ളിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ നെഗോഷ്യബിൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല പറയാൻ കാരണം കുറ്റി പേസ്റ്റ് അബ്രോണോ ഉള്ളിൽ എവിടെയും തട്ടിയിട്ടില്ല. ഫ്ലണ്ടർ എന്ന് പറഞ്ഞ ഈ പീസ് സൈഡ് വരുന്ന പീസ് ചെയ്ത് സ്ക്രാച്ച് വന്നിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അവർ റാത്താച്ച് മാത്രം നമുക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്യാം. റിസ്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ കസ്റ്റമറിന് എടുക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എടുക്കുന്നതാണ്. അവർ നോക്കാൻ പറ്റൂല നമ്മൾ റിജക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കിയാൽ മതി. ഇവിടെ എല്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒന്നും മറച്ചു വെക്കുന്നില്ല. ഉള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നുണ്ട്. തുറന്ന് ചെയ്യാം. ₹50 ലോൺ തുറക്കാം. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അടുത്ത നമുക്ക് ഒരു റിഡ്സ് കാർ നോക്കാം. നല്ല അടിപൊളി കളറാണ്, നല്ല ക്വാളിറ്റി കാർ വണ്ടിയാണ്. 2014 ZDI ഡീസലിലെ ഫുൾ ലോഡ് വണ്ടിയാണ്. 2014 സെക്കൻഡ് ഓണർ 90,000 വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി എന്ന് പറയാൻ അലവില് അഡീഷണൽ വർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലവില് വന്നതാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന് അത് സീറ്റ് കണ്ടാൽ മനസ്സിലാവും. ഉൾഭാഗത്തൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ₹4 നമ്മൾ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. 3.5 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ₹60 മാക്സിമം കൊടുത്ത് ഏത് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ₹60 നമുക്ക് ഇറക്കാം. ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ ₹50-60 ഫുള്ള് ലോണും ഉണ്ട്. അത് കൂടാതെ ₹50-60 നമുക്ക് ഇറക്കാൻ പറ്റും. ഈ വണ്ടി നല്ല ഫാൻസി നമ്പറാണ് കേട്ടോ. 2500 നമ്പർ വരുന്നത്. അതുപോലെ തന്നെ കാണാൻ നല്ല വൃത്തിയുള്ള നല്ല കളറാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. നല്ല ഏതൊരാൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഈ ആലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ വേണമെങ്കിലും വിളിച്ചോട്ടോ. ബലോൺ നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2018 പെട്രോള് ഡെൽറ്റ ഓപ്ഷനാണ് വരുന്നത്. മിഡ് ഓപ്ഷന്റെ താഴെ വരുന്നത്. ബേസ് മോഡലിന് മേലെ വരുന്നതാണ്. വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2018 സെക്കൻഡ് ഓണർ 64,000 ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. കളറിലോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കണം 5.25 ചോദിക്കുന്നുണ്ട്. ഒരു 5.5 ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രൊസീജ് കൊടുക്കാം. മെക്കാനിക്കൽ പണികളോ നല്ല വണ്ടി, റെഡ് കളർ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ക്വാളിറ്റി ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ. അടുത്ത നമുക്ക് ഇവിടെ ഒരു മാരുതിന്റെ എസ്റ്റിലോ, ഇത് എസ്റ്റിലോ അതായത് ജെൻഎസ്റ്റിലോ VXI ഫുൾ ലോഡ് വണ്ടിയാണ്. ഇത് കിടക്കുന്ന സെക്കൻഡ് ഓണറിൽ 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. 10 മോഡൽ വണ്ടിയാണ്. പേപ്പറും കാര്യങ്ങളും നമുക്കൊരു 4-5 മാസം സമയം വരുന്നുണ്ട്. 5 മാസം സമയം വരുന്നുണ്ട്. നമ്മളിപ്പോ കസ്റ്റമറിന് നമുക്ക് 1.25 ലാസ്റ്റ് ഫൈനൽ കൊടുക്കും. പേപ്പർ എടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പൊ നമുക്ക് 1.60 റേഞ്ചിലൊക്കെ വരും. 1.25 നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. VXI ആണ്. ചെറിയ പൈസക്ക് വണ്ടിയാണ് VXI. ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഇവിടെ നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് ടൈപ്പ് 2 2016-17 രജിസ്ട്രേഷൻ. ഫസ്റ്റ് ഓണർ വണ്ടി 1,40,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ മീഡിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. നമുക്ക് 4.25 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. 4-ന്റെ 4.25 ഇടയിൽ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. 4.25 ചിലപ്പോൾ 4.30 ലോൺ കിട്ടും. ചെറിയ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ ഇറക്കി കൊടുക്കാം. 4.75 നിങ്ങൾ ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പൊട്ടിച്ചു കൊടുക്കാം. ചിലപ്പോൾ 4-ന്റെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു അടിച്ചുപൊളി റിഡ്സ് കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2011 VDI ആണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിൽ 1.18 ഓടിയിട്ടുണ്ട്. അലവിലും കാര്യങ്ങളും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്റീരിയർ അടിപൊളിയാണ്. നമ്മൾ 2.5 ചോദിക്കുന്നുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2.5 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ശ്രീരാം പോലത്തെ ഫിനാൻസിലെ ഫോർത്ത് ഫിനാൻസ് ഒക്കെ നമുക്ക് 2 നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. 1.25 നമുക്ക് സംസാരിച്ച് കയറ്റി കൊടുക്കാം. അപ്പൊ വേണം വിളിച്ചോ. അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. 2018 VXI.
സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 ഓടിയിട്ടുണ്ട്. 77,000 ഓടിയിട്ടുണ്ട്. DXi ആണ് വരുന്ന മിഡ് ഓപ്ഷൻ വണ്ടിയാണ്. അഡീഷണൽ ഉണ്ടോ ഈ അഡീഷണൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പുറത്തൊക്കെ കാണാൻ വൃത്തിയുണ്ട്. വണ്ടി റീപ്ലേസ് റീപ്ലേസ് മേജർ തട്ട കാര്യങ്ങളൊന്നുമില്ല. 5.5 ചോദിക്കുന്നുണ്ട്. 4.90 to 4.45 to 5 ലോണും ചെയ്ത് കൊടുക്കാം. പൊട്ടിച്ചു കൊടുക്കാൻ 50-60 രൂപ നമുക്ക് ഇറക്കാം. 10-50 ഇറക്കാൻ പറ്റും. അപ്പൊ ബാനം വിളിച്ചോ. അടുത്ത നമുക്ക് ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 2021 മോഡൽ. 21 മോഡൽ. ഫസ്റ്റ് ഓണർ 46,000 രൂപ KL53 നമ്മൾ ഇവിടുത്തെ വണ്ടി. പാർക്കൻസൈൽ വണ്ടി, പാർട്ടിയുടെ വണ്ടിയാണ്. ഭാഗത്തെ കാര്യങ്ങളും ഒന്നുമില്ല. കമ്പനി ഷോറൂം സർവീസിലെ വണ്ടിയാണ്. നല്ല ലുക്ക് ഉണ്ട്, ക്വാളിറ്റിക്കാര വണ്ടിയാണ്. ടയർ ഭാഗത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഒരു 3.60 ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 3.4 ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 to 3.4 ഉള്ളിൽ നമുക്ക് പേയ്മെന്റ് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-40 ഉറുപ്പ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചിലപ്പോൾ ഒരു 10-20 ഉറുപ്പ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല വണ്ടി, നല്ല കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്കൊരു റിഡ്സ് കാർ നോക്കാം. ഇത് ഡീസൽ പെട്രോൾ വണ്ടി അല്ലേ? ഇത് 2015 സെക്കൻഡ് ഓണർഷിപ്പില് ZXi ഫുൾ ലോഡ് വണ്ടിയാണ്. അതെ, റീപ്ലേസോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. 1.10 കമ്പനി സർവീസിലെ വണ്ടി കേട്ടോ. പക്ക ഷോറൂം സർവീസിൽ നോക്കി നമ്മൾ എടുത്ത വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്, എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. 15 മോഡൽ വണ്ടിയാണ്. ഇവിടെ നമുക്ക് ചോദിക്കുന്നത് 4 രൂപ ചോദിക്കുന്നുണ്ട്. വേറെ അപാകത തട്ടുമുട്ട കാര്യങ്ങളൊന്നും അലവിലൊക്കെ വരുന്ന ZXi വണ്ടിയാണ്. നമുക്ക് ഫൈനൽ ഒരു 85-90 രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം. 390 നമ്മൾ ചോദിക്കണ്ടേ, പൊട്ടിച്ച് കൊടുക്കാം. നമുക്ക് എന്താ 3.5, 3.40, 3.2 ലോൺ ചെയ്ത് കൊടുക്കാം. 10-40 രൂപ അതിനുള്ളിൽ നമുക്ക് ഇറക്കാം. നല്ല വണ്ടി കിട്ടാം. നല്ല ഉള്ളും പുറത്തൊക്കെ നല്ല ക്വാളിറ്റി. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ ഓടിച്ചു നോക്കിയിട്ട് ഹാപ്പി ആയിട്ട് എടുത്താൽ മതി. കാരണം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ലോങ് എന്ന് വരുന്നവരൊക്കെ, അപ്പൊ അവർ വന്നിട്ട് ഓടിച്ചു നോക്കും. മെക്കാനിക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്കില്ല. 100% നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചു നോക്കിയിട്ട് ഏത് വർക്ക്ഷോപ്പിലെ ഷോറൂമിൽ ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റും. നല്ല എല്ലാ വണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഷോറൂമിൽ കാണിക്കാനാണ്. കാരണം ഷോറൂമിൽ കാണിക്കണം എന്താ വെച്ചാൽ അവിടെ 100% ജെനുവിൻ പറയും. ഇവിടെ അടുത്ത് ഒരുപാട് ഷോറൂം ഉണ്ട്. നമ്മള് അങ്ങാടിപ്പുറം പെരുന്തമണന്റെ ഉള്ളിൽ എല്ലാവിധ വണ്ടികളും ഷോറൂം ഉണ്ട്. ഏത് വണ്ടി അവർ കൊണ്ടുപോയി കാണിക്കാം. അവിടെ ഫീസ് വരും, അത് ഒരു അഡീഷണൽ കൊടുക്കുക. അവർ ഉത്തരവാദിത്തത്തിൽ എടുക്കുക. ഈ വർക്ക്ഷോപ്പ് ആണെങ്കിൽ ഇവിടുത്തെ ഒരു 10ഓളം വർക്ക്ഷോപ്പുകളുടെ ഇടയിലുണ്ട്. അവിടെ അവർ കാണിക്കാം. കൂടെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും ചെയ്യാം. നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതെ, ഇവിടുന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു വേർഡ് പഠിക്കാനില്ല. ഇവിടെ അടുത്ത് ഷോറൂം, എല്ലാത്തരം ഷോറൂം ഉണ്ട് കേട്ടോ. കൊണ്ടുപോയി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വണ്ടി അപ്പൊ തന്നെ സ്പോട്ട്. നമുക്ക് ഊണ്ടായിന്റെ ഒരു i20 നോക്കാം. ഇത് ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടി. 2018 i20 മാഗ്ന. മാഗ്നയിൽ SP എന്ന് പറഞ്ഞ വേർഷനാണ്. സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണറിൽ 1.10 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ്. വേറെ അപാകത തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി കാർ വണ്ടി. കാരണം റെഡ് കളറിൽ നല്ല ക്വാളിറ്റിയിൽ വണ്ടി. റീപ്ലേസോ റീപെയിന്റിംഗ് അവിടെ ഇവിടെ ചെറിയ ബമ്പർ കോർണർ അതുപോലെ ടച്ചപ്പ് വന്നിട്ടുള്ളൂ. സെക്കൻഡ് ഓണറിൽ അത്യാവശ്യം 1.10 വണ്ടി ഓടില്ല. ക്വാളിറ്റി എഞ്ചിൻ ബാങ്ക് ക്വാളിറ്റി സർവീസ് പക്കയാണ്. നമ്മളിത് ചോദിക്കുന്നത് 5.4 ചോദിക്കുന്നുണ്ട്. 5.5 ചോദിച്ചാൽ നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് 5.4 നമ്മൾ ചോദിക്കുന്നുണ്ട്. മാക്സിമം ഒക്കെ 5 രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. നല്ല കസ്റ്റമർ ആയിട്ട് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കില്ല. ഫുള്ള് ലോൺ പർപ്പസ് എന്തെങ്കിലും മട്ടം പോലെ 10-15-20 രൂപ നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് ഇറക്കി കൊടുക്കാം. നല്ല ട്രാക്കിലെ കസ്റ്റമർ ആയിട്ട് നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യും. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വേണമെങ്കിൽ നോക്കിക്കാളി. അടുത്ത നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ, ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് നോക്കാം. എത്ര മോഡലാണ്? ഇത് 2018 VXi പെട്രോളിൽ. ഇത് കിടക്കുന്നത് മാനുവൽ. ഇത് വണ്ടി ഹൈ ക്വാളിറ്റി, കളറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി. റീപെയിന്റ് എവിടെയും കയറിയിട്ടില്ല. ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ കസ്റ്റമർ ഒന്ന് പേർക്ക് മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ പേരിലോട്ട് മാറിയിട്ട് നമ്മളെ ഓണർ അഡ്രസ്സിലെ കിടക്കുന്നത് നോക്കാം. ഇപ്പൊ 3rd ഓണർ ആയിട്ടുണ്ട് വണ്ടി. ആകെ 41,000 ഓടിയിട്ടുള്ള കമ്പനി സർവീസിലെ വണ്ടി. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണറിൽ നമ്മൾ ദിത്തപ്പോ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചത് 5.60. വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. 5.60, 5.45 ചോദിച്ചത്. അപ്പൊ നമ്മൾ 3rd ഓണർക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം ആ കസ്റ്റമർ കച്ചറ ഉണ്ടാക്കിയപ്പോ നമ്മൾ ഓണർ പേർക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന 5.5 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ പൊട്ടിച്ച് കൊടുക്കാം. ഒരു 5 രൂപേന്റെ അടുത്ത് നമ്മൾ ലോണും കയറ്റി കൊടുക്കും. 50-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. വണ്ടി നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടി കേട്ടോ. ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളും അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ നല്ല കാണാൻ വൃത്തിയുള്ള വണ്ടിയാണ്. 10-50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. വേണമെങ്കിൽ വിളിച്ചോട്ടോ. അടുത്ത നമുക്ക് ഇവിടെ ഒരു ഇതാണ്. ഇത് മാരുതി എസ്ക്രോസ്. എസ്ക്രോസ് ആണല്ലോ. ഓക്കെ, എത്ര മോഡൽ? ഇത് 2017 സെക്കൻഡ് ഓണർ 1.5 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് 2024 ലാസ്റ്റ് 1.5 എടുത്ത വണ്ടിയാണ്. 1.56 സംതിങ്ങില്. ഹൈബ്രിഡ് ആണ്. 20 വരെ മൈലേജ് ഉണ്ട്. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷന് നേരെ താഴെ വരുന്ന മോഡലാണ്. ബട്ടർ സ്റ്റാർട്ട്, അലേവിൽ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന പോലെ 5.5 ചോദിക്കുന്നുണ്ട്. കസ്റ്റമർക്ക് അറിയോന്ന് അറിയില്ല. നമുക്ക് 6 രൂപ വരെ ലോൺ പാസ്സായി കൊടുക്കാം. 5 രൂപ ചോദിക്കുന്ന 6 രൂപ ലോൺ. 2017 വണ്ടി. ഒരു അപാകത റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല.
ആകെ ഒരു മൈനോട്ട് പറയാൻ കാരണം 1.5 ഓടിയിരുന്നു. പക്ഷെ കമ്പനി സർവീസ് ആണ്. അത് ഹിസ്റ്ററി നമ്മൾ കസ്റ്റമർ എടുത്ത് കൊടുക്കും. 5.5 നമ്മൾ വണ്ടിയുടെ വില 6 റുപ്യ വരെ ലോൺ ആയിട്ട് കൊടുക്കാം. ക്യാഷ് ബാക്ക് 50 രൂപ കസ്റ്റമർ. അതെ, 50,000 രൂപ അങ്ങോട്ട് കിട്ടും കേട്ടോ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ. പിന്നെ അതുമല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ ഒന്നുമില്ല, ഹൈബ്രിഡ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിച്ചെത്രയോ 5.50 ചോദിച്ചത്. പിന്നെയും വില കുറച്ച് തരും, എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ, അതായത് കച്ചവടത്തിന്റെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും പിന്നെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും വില കുറച്ച് തരും. വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിക്കാളി കേട്ടോ. അടുത്ത നമുക്ക് ഒരു വിറ്റാര ബ്രസ്സ, അത് ഓട്ടോമാറ്റിക് ബ്രസ്സ, 2018 മോഡൽ ഓട്ടോമാറ്റിക് ബ്രസ്സാണ്. ഡീസലാണ്. ഡീസൽ ZDI പ്ലസിന് നേരെ താഴെ വരുന്നത്. പുഷ് ബട്ടൺ അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും. പിന്നെ സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ ഫുൾ ഓപ്ഷൻ വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷൻ പറഞ്ഞാൽ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. നേരെ താഴെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. തേർഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. ഇത് പാർക്കസൈൽ വണ്ടിയാണ്. നമ്മൾ പാർട്ടി ഏൽപ്പിച്ചത്. 9.25 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. സംസാരിച്ച് ഓക്കെ വെച്ചാൽ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഒരു 8.5 8.45 9 അടുത്ത് നമുക്ക് 8.8 മേലെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. മഹീന്ദ്രന്റെ ബൊലേറോ നമുക്ക് പരിചയപ്പെടാം. ഇത് ഒന്ന് മോഡൽ ഒന്ന്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. ZLX ഫുൾ ലോഡ് വണ്ടിയാണ്. വണ്ടി ഇതിൽ ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 1.5 അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിമ കയറിയിട്ടില്ല. റീപെയിന്റിംഗ് നമുക്ക് ചെറിയ ടച്ചപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ മഹീന്ദ്ര വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, കുറച്ചു കാലം നിർത്തിയിടുമ്പോൾ ഈ യാർഡിലായാലും ചെറിയ ഈ മറ്റേ റഷിന്റെ കാര്യങ്ങൾ കാണിക്കും. നമ്മളവിടെ ചെറിയ റീപെയിന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കാണിക്കാത്ത ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ക്വാളിറ്റി ഉണ്ട്. ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് നമ്മളൊരു 4.40 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 3.5 വെച്ച് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. 3 ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഇയറെ കുറച്ച് കമ്മിയായി കിട്ടുകൊണ്ട് ചിലപ്പോൾ അടവ് ഒരു 8-9 രൂപ അടുത്തൊക്കെ അടവ് വരും. ഈ കസ്റ്റമർ 3.5 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിട്ട് അടവിടും. ഇത് ഇയർ കുറച്ചേ കിട്ടുള്ളൂ. കാരണം 13 മോഡൽ വണ്ടിയാണ്. മാക്സിമം 5 കൊല്ലം ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഇയർ കുറച്ച് വരുമ്പോൾ നമുക്ക് ഈ പേയ്മെന്റ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. വണ്ടി 3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 4.40 നമ്മൾ ചോദിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർ വന്നിട്ട് നെഗോഷ്യബിൾ ആക്കി റീപ്ലേസോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. നല്ല വണ്ടിയല്ല, റീപ്ലേസ് കയറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഡാറ്റ്സിന്റെ ഗോ പ്ലസ് അല്ലേ? ഇത് ഗോ ആണ്. അതായത് 3 വേരിയന്റ് ആണ് വരുന്നിട്ടുള്ളത്. ഗോ പ്ലസ് വരുന്നുണ്ട്, ഗോ വരുന്നുണ്ട്, LDGO വരുന്നുണ്ട്. ഇതിലതിന്റെ മിഡിൽ വരുന്ന ഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. പെട്രോൾ ആണ്. ഇത് 2014 മോഡല്. ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പ് കസ്റ്റമർ പറഞ്ഞപ്പോ നമ്മൾ പേരിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മളെ യാർഡിലിട്ടപ്പോ അവർക്ക് ഈ നിയമങ്ങളൊക്കെ വന്നപ്പോ പേടിയായി പറഞ്ഞപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട്. 3rd ഓണറിൽ വണ്ടി കിടക്കുന്നത് 98,000 ഓടിയിട്ടുണ്ട്. ജെനുവൻ കിലോമീറ്റർ ആണ്. നമ്മൾ 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഒരു ഫയലിൽ ഒരു 85 നമുക്ക് ഫയലിൽ വണ്ടി കൊടുക്കാം. അതിൽ 1.5 ലോൺ ചെയ്ത് കൊടുക്കാം. ക്വാളിറ്റിയാണ്. റീപ്ലേസ് ഒന്നും കയറിയിട്ടില്ല. അത്യാവശ്യം കൊണ്ടുനടക്കുക. അതായത് അൾട്ടോണർ ഉപയോഗിക്കുന്ന ആൾക്ക് ഒന്നുകൂടി കംഫർട്ട് ആയിട്ട് ഇരിക്കാനും സ്പേസ് ഉണ്ടാവും. അത്യാവശ്യം പുള്ളിങ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നോക്കി കളി. അടുത്ത നമുക്ക് ഓണ്ടന്റെ ജാസ് 10-25 മൈലേജ് 20 മേലെ കൺഫേം മൈലേജ്. 25 കിലോമീറ്റർ വരെ മൈലേജ് കൂടുതൽ. 25 പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് കളവ് പറഞ്ഞു തോന്നിട്ടില്ല. 20-22 കൺഫർമേഷൻ കൺഫേം കിട്ടും. ഓക്കെ, ഇത് 2015 മോഡൽ ഡീസലാണ്. ഓക്കെ, ഫസ്റ്റ് ഓണർ വണ്ടി വി ഓപ്ഷൻ ആണ്. വി ഓപ്ഷൻ ഫുൾ ലോഡിന്റെ നേരെ താഴെ വരുന്നത്. അതിൽ VX എന്തോ ഫുൾ ലോഡിൽ വരുന്നുണ്ട്. സൺറൂഫിൽ ബട്ടർ സ്റ്റാർട്ട് വരുന്ന മോഡലാണ്. ഇത് ഇതേമാതിരി ബക്കറ്റ് സീറ്റും കാര്യങ്ങളും ബക്കറ്റ് സീറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് സൂപ്പറാണ്. ഇന്ത്യയുടെ അടിപൊളിയാണ്. 2015 വി ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് നമ്മൾ 1.18 ഓടിന്റെ കമ്പനി സർവീസ് ആണ്. വേറെ അപാകത റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 5.4 ചോദിക്കുന്നുണ്ട്. 5.4 നമുക്ക് ലോൺ ചെയ്തു കൊടുക്കും. 5.4 ലോൺ കൊടുക്കും. 0 പേയ്മെന്റിൽ അടക്കാം. ഈ 0 പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അത്രയും ട്രാക്കും ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ അവരോട് പറയുന്നുണ്ട്, ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേയ്മെന്റ് നമ്മൾ രണ്ടാളും കൂടി ചെയ്യേണ്ടി വരും. അതായത് ഫിനാൻസ് ചെയ്യുന്ന ആളും നമ്മളും കൂടിയിട്ട് ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറ്. ആ ഒരു ഫീസ് അല്ലാതെ വേറെ ഒന്നും വരില്ല. ഫുൾ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. 5.4 ഫുൾ ലോൺ കസ്റ്റമർ. 1 രൂപ ഇല്ലാതെ ഒരു ഡീസൽ വണ്ടി, അതും 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കാലി കേട്ടോ. നമുക്ക് ഒരു 4-ന്റെ എക്കോസ്പോർട്ട് ഫുള്ള് ലോണിൽ കിട്ടും കേട്ടോ. ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷനും വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുത്താലേ. ഇത് നമ്മൾ തുടക്കത്തിൽ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലാണ്. അരിപ്രോ സ്കൂൾ പടി എന്നാണ് ഷോപ്പിന്. അരിപ്രോ സ്കൂൾ പടി കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. അവിടെ ദോസ്തി യൂസർക്കാരനാണ് നമ്മളെ ഷോപ്പിന് പേര് വരുന്നത്. അവിടെ പോകുമ്പോൾ പെരിന്തൽമണ്ണ വരാ തിരുവക്കാട് കഴിഞ്ഞു തുടങ്ങാം. തിരുവക്കാട് മലപ്പുറത്ത് വരാ തിരുവക്കാട് എത്തുന്നതിന് രണ്ടിന്റെ ഒരു അതായത് മലപ്പുറത്ത് വരികയാണെങ്കിൽ പനങ്ങാങ്ങര കഴിഞ്ഞിട്ട് മീറ്ററിന്റെ തിരുവക്കാട് എത്തുന്നതിന് കുറച്ച്. ഓക്കെ, പിന്നെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ലൊക്കേഷൻ ഞാൻ ചെയ്തു. അല്ല, അത് നിങ്ങളെ നമ്പർ ഉണ്ടല്ലോ, നിങ്ങളെ നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് അവര് വിളിച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അയച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2015-17 രജിസ്ട്രേഷൻ വരുന്നത്. 2 കൊല്ലം ഇയർ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2015 മോഡലാണ്. 17 രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ റിന്യൂവൽ ഡേറ്റിൽ ഉപകാരപ്പെടും. മറ്റേ സാധാ 15 മോഡലാണ് വരുന്നത്.
ഇത് അതർ സ്റ്റേറ്റ് വണ്ടി ഫസ്റ്റ് ഓണർ കൺവേർട്ട് ചെയ്താണ് സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുള്ളൂ. ഓക്കെ. ഡീസലില് റീവണ്ടിയാണ്. റീവണ്ടി അതർ സ്റ്റേറ്റ് വണ്ടി നമ്പർ ആയതാണ്. ഇവിടെ ഇപ്പൊ സെക്കൻഡ് ഓണർ കിടക്കുന്നത് 1,00,000 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ഇതിന് അപാകത എന്ന് പറയാൻ ബാക്കിൽ വണ്ടി തട്ടിയിട്ട് ഡിക്കി റീപ്ലേസ് കയറി. അതുകൊണ്ട് നമുക്ക് ഫുള്ള് ലോണിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നത് 4 രൂപയാണ്. 4 ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസലിൽ അത്യാവശ്യം ക്വാളിറ്റിക്കാരെ പുഷ്പട്ടം വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. ഫ്രണ്ട് തട്ട കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ ഡിക്കി റീപ്ലേസ് പാർക്ക് സൈൽ വണ്ടിയാണ്. കസ്റ്റമർ വണ്ടിയാണ്. ഇനിയിപ്പോ 4 രൂപ ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും നൈസ് പൊട്ടിച്ചു കൊടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. അറിഞ്ഞാണ്ട് വരാൻ ഡിക്കി റീപ്ലേസ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അത് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. കാരണം അത്രയും ലോങ് വരുന്ന കസ്റ്റമർ ഇത് ആപ്റ്റായിട്ട് വില. അതുകൊണ്ടാണ് നിങ്ങളോട് തുറന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഈ വണ്ടി 4 രൂപ ചോദിക്കുന്നത് 4 രൂപ ഫുൾ ലോൺ കിട്ടും. വിലയും കുറച്ച് തരും. അതിനേക്കാളും നമുക്ക് താത്തി തരും. പിന്നെ ഡിക്കി റീപ്ലേസ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വെച്ചാല് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി കേട്ടോ. വന്ന് ചെക്ക് ചെയ്താൽ മതി. ഫ്രണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് തട്ടില്ല. കൂടുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ പിന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പൊ ഓക്കെ.